റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം. ചട്ടലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാമെന്നും കോടതി അറിയിച്ചു. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. ഹൈക്കോടതി ഇവിടെ കാര്യങ്ങൾ ഗൗരവമായി എടുത്ത് ഇത് കേന്ദ്ര സർക്കാർ ഒരു പരിശോധന നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടിയുടെ സംരക്ഷണം തടയണം. പ്രശ്നം ഗൗരവതരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻഡമോൾ ഷൈനും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ശാരീരിക ഉപദ്രവമടക്കമുള്ള നിയമവിരുദ്ധമായ ചട്ടലംഘനങ്ങൾ ഈ പരിപാടിയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ഒരു വ്യക്തി നൽകിയ ഹർജിയിൽ ഈ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതുപോലെ പല ഭാഷകളിലുള്ള ബിഗ് ബോസ് ഒക്കെ 10,000 കോടികളുടെ ബിസിനസ്സാണ്. ഇതുപോലത്തെ ഹർജികൾ ഇതിനു മുമ്പും പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഈ ബിഗ് ബോസ് ഷോ നിർത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഭരണസ്ഥിര കേന്ദ്രങ്ങളിലൊക്കെ നല്ല പിടിപാടുള്ളവരാണ് എല്ലാവരും. ഏഷ്യാനെറ്റിൻ്റെ ഓണറായാലും അല്ലെങ്കിൽ ഈ ഡിസ്നി ഹോട്ട്സ്റ്റാറൊക്കെ ഇപ്പോൾ അംബാനി അണ്ണൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നിർത്തിപ്പോവുകയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു നിരീക്ഷണം വന്നതുകൊണ്ട് കുറച്ചുകൂടി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ച് മാത്രമേ പിന്നെ ഈ ഷോയുടെ അധികൃതർ ഇത് സംരക്ഷണം ചെയ്യുകയുള്ളായിരിക്കും. അവർ കുറച്ചും കൂടി അതിൻ്റെ അകത്ത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവും. കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമേ ഇനി പബ്ലിക്കിൽ കാണിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇത് വലിയൊരു ഭീഷണിയൊന്നും ഇപ്പോൾ ഈ ഷോയ്ക്ക് വരാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഈ സീരിയലിലും സിനിമകളിലും ഒക്കെ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ മുതൽ കുടുംബാംഗങ്ങൾ വരെ എല്ലാവരും കാണുന്നത് ഇതേപോലത്തെ തരം താണ നിലവാരം കുറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഷോയെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ശരിയായ ഒരു നടപടിയായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല.